വായ്പാട് വന്നിട്ട് ഇന്ന് വരെ പെണ്ണുങ്ങൾക്ക് ഒരു വയല് പറഞ്ഞിട്ടില്ല, ഒരു ക്ലാസ്സും ഇല്ല. എപ്പോഴും ആണുങ്ങൾ കേട്ട് കേട്ട് ശീലിച്ചത് കൊണ്ട് ഇന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രസംഗമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കുക, കേൾക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ മറിയമിന്, ആ ഫാത്തിമയെ കുറിച്ച് എൻ്റെ പെങ്ങന്മാർക്ക് എന്തറിയാം? എല്ലാവരും പേരിടുമ്പോ ഫാത്തിമ ഫാത്തിമ എന്ന് പേരിടാറുണ്ട്. ആ ഫാത്തിമയെ കുറിച്ച് നമുക്ക് എന്തറിയാം? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയുടെ ചരിത്രം അറിയുന്നത് ആർക്കാണ്? ആ ഫാത്തിമയുടെ ചരിത്രം പഠിച്ചവരാരാണ്? എങ്കിലും പഠിക്കണം പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയും പെൺകുട്ടികൾക്ക് പേരിടുമ്പോ ഫാത്തിമ എന്ന് ചേർത്തിടുമായിരുന്നു, ആണുങ്ങൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന് ചേർത്തിടുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പണ്ട് പേരിടുമ്പോ ആണുങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേര് ചേർത്തിടും. ഇന്ന് പെൺകുട്ടികൾക്ക് ഫാത്തിമ എന്ന് പേര് ചേർത്തിടും. ഇന്നതൊക്കെ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മുസ്ലിമായ എന്റെ മനസ്സിനെ വല്ലാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോകകപ്പ് നടന്നപ്പോ, ഫുട്ബോൾ ലോകകപ്പ് നടന്നപ്പോ, കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളുണ്ടാകാതിരുന്ന ഒരു കുടുംബം അള്ളാഹു അവർക്ക് ആദ്യമായിട്ട് ഒരു മകനെ കൊടുത്തപ്പോ ആ മകന് പേരിട്ടത് മെസ്സി എന്നായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല ലൈവായതുകൊണ്ട്. ആണിന്റെയും മനോഹരമായ പേരുള്ള ഭാര്യയും ഭർത്താവും പത്രക്കാരെ വിളിച്ചു നിർത്തിയിട്ട് അള്ളാഹു അമാനത്തായി കൊടുത്ത മകന് മെസ്സി എന്ന് പേരിട്ടു. ഈ അടുത്ത് ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ഒരു സഹോദരൻ ചാനൽ വന്ന് നിന്ന് പറയുന്നുണ്ട്, എനിക്ക് റബ്ബൊരു മകനെ തന്നു, ആ മകന് ഞാൻ പേരിട്ടത് എന്താണെന്ന് ഞാൻ പതിപതിയായിട്ട് പറയണില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, അള്ളാഹു എനിക്ക് തന്ന മകന് ഞാൻ പേരിട്ടിരിക്കുന്നത് മുഹമ്മദ് സുധാകരൻ എന്നാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലടോ. കോൺഗ്രസിന്റെ വലിയ നേതാവായ സുധാകരനല്ലേപ്പ, സുധാകരനോടുള്ള മഹബത്ത് കാരണം, അത് വേറെ, ആ ഒരു സ്നേഹം കാരണം പേരിട്ടത് ഇങ്ങനെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയടാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്കൊന്നും ബർക്കത്ത് വേണ്ടേ? ഞാനൊരു വീട്ടിൽ പോയി ദുആ ചെയ്യാൻ. ഒരു വീട്ടിൽ മരണപ്പെട്ടതിന് ശേഷം 3 or 7 എന്തോ നടക്കുമ്പോ ഞാൻ ആ വീട്ടിൽ ദുആ ചെയ്യാൻ ചെന്നു. യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ ആ വീട്ടുകാരായ ഒരു മനുഷ്യനും ആമീൻ പറയാൻ പോലും വരുന്നില്ല. ഞാൻ നോക്കുമ്പോ ആ വീട്ടിലെ ഒരാളും വന്നില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. ഞാൻ യാസീൻ ഓതിയിട്ട് നോക്കിയിരിക്കുക. അവസാനം ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവേ, ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ അത്താടെ ഖബറിൽ എത്തിക്കണേ അല്ലാഹ്. ഞാൻ ദുആ ചെയ്തു. കാരണം എന്താ, അവിടെ ആർക്കും വേണ്ട. അപ്പൊ എന്റെ അടുത്തിരുന്ന ഉസ്താദ് ഒരു ചിരി. ഞാൻ പറഞ്ഞു, അല്ലാഹ് ഉസ്താദിന്റെ കുടുംബത്തിൽ മരിച്ചവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. കാരണം എന്തേ, അവർക്ക് ആർക്കും അത് വേണ്ട എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കും ബർക്കത്ത് വേണ്ടേ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരാണ് ഫാത്തിമ? ആരാണ് ഫാത്തിമ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമയെ കുറിച്ച് പഠിക്കണം. ആ ഫാത്തിമ ആരാണെന്ന് അറിയണം. ആ ഫാത്തിമയെ സ്നേഹിക്കണം. നിബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയുവോ ഉമ്മമാരെ? പൊന്നാര പെൺകുട്ടികൾക്ക് ഫാത്തിമ ഫാത്തിമ എന്ന് പേരിടുന്ന ഉമ്മ. നിബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെങ്കിലും എന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും എന്റെ കരുണന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചതുപോലെയാണ്. ഫാത്തിമയെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിച്ചതുപോലെയാണ്. ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് സ്നേഹിക്കാൻ പറഞ്ഞു തന്ന പൊന്നാര മകളാണ് ഫാത്തിമ. ആ ഫാത്തിമയെ സ്നേഹിക്കണം പെങ്ങള്. ആ
ഫാത്തിമ ആരാണെന്ന് പഠിക്കണം പെങ്ങള്. ആ മഹദിയുടെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35ാമത്തെ വയസ്സിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു സമ്മാനമായിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കൊടുക്കുന്നത്. നബി തങ്ങളുടെ 35ാമത്തെ വയസ്സിൽ അല്ലാഹു ഫാത്തിമ എന്ന പൊന്നാര മകളെ സമ്മാനമായിട്ട് നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, ഫാത്തിമയെ കാണുന്നവർ ഒരേ ഒരു വാക്കേ പറയാറുള്ളൂ. ഫാത്തിമയെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാ, ഫാത്തിമയോട് എല്ലാവർക്കും വല്ലാത്ത സ്നേഹമാ. ഫാത്തിമയെ കാണുന്നവർ ഒരേ ഒരു വാക്കേ പറയൂ. എല്ലാവരും പറയുന്ന വാക്കേതെന്നറിയോ? ഉപ്പാന്റെ മോളാ, ഉപ്പാടെ മോളാ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം നോക്കുന്നത് പോലെയാ ഫാത്തിമയുടെ മുഖത്ത് നോക്കുന്നത്. നബിതങ്ങളെ വരച്ചു വെച്ചതുപോലെയാണ്. നബിതങ്ങളെ തന്നെയാണ് ഫാത്തിമ, നബിതങ്ങളെ തന്നെയാണ് ഫാത്തിമ. എല്ലാവരും ഖദീജ ബീവിയോട് പറയുമായിരുന്നു, നബിതങ്ങളുടെ മകള് ഉപ്പാനെ പോലെ തന്നെ ഇരിക്കുന്ന മകള്, ഉപ്പാനെ തന്നെ ഇരിക്കുന്ന മകള്. അതുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പടച്ചവനെ ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ, ഫാത്തിമയുടെ വല്ലാത്ത സ്നേഹമായിരുന്നു. ഫാത്തിമ ബീവിയുടെ നടത്തം നബിതങ്ങൾ നടക്കുന്നത് പോലെയാ. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ സാദൃശ്യമുള്ള ഫാത്തിമയെ പോലെ അല്ലാതെ വേറെ ആരുമില്ല. കാരണം നബിതങ്ങൾ നടക്കുന്നത് പോലെ, നബിതങ്ങളുടെ മുഖം പോലെ, നബിതങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലെ പടച്ചവനെ നബിതങ്ങൾ വരച്ചു വെച്ചതുപോലെയാണ് ഫാത്തിമ ഇരിക്കുന്നത്. അതുകൊണ്ട് ഖദീജയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബിയുടെ ഒന്നാമത്തെ പ്രത്യേകത നബിതങ്ങളുടെ രൂപമായിരുന്നു. നമ്മളിൽ പലരുമുണ്ടല്ലോ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് കുഞ്ഞിനെ നോക്കിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. വാപ്പയുടെ മുഖത്ത് നോക്കും, ഉമ്മയുടെ മുഖത്ത് നോക്കും. എന്നിട്ട് പറയും ഉപ്പാനെ പോലെയാ, ഉമ്മാനയെ പോലെയാ. പടച്ചവനെ, ചിലര് പറയും ഇവർ രണ്ടുപേരെ പോലെയല്ല ഈ കുട്ടി, ഉമ്മാടെ ഉമ്മയെ പോലെയാ, വാപ്പയുടെ വാപ്പയെ പോലെയാ. പടച്ചവനെ, മക്കളുടെ മുഖത്ത് നോക്കി പറയുമല്ലോ. ഇതുപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടാ എല്ലാരും പറയും ഉപ്പാടെ കുട്ടി, ഉപ്പാടെ കുട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് കടന്നു പോവുകയാണ്. പടച്ചവനെ, 5 വയസ്സായി, 5 വയസ്സായി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പം മുതൽ കാണുന്നതും കേൾക്കുന്നതും എന്തെന്നറിയോ? എല്ലാവരും തന്റെ വാപ്പയെ കാണുമ്പോ ആദരിക്കുകയാണ്, നബിതങ്ങളെ ബഹുമാനിക്കുകയാണ്. മുഹമ്മദിന്റെ മകളെന്ന് പറയുമ്പോ ഒരു പരിഗണനയുണ്ടായിരുന്നു. എല്ലാവരും നബിതങ്ങളെ കാണുമ്പോ എഴുന്നേൽക്കുകയാണ്. 35 വയസ്സുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ 40 വയസ്സിന് മുമ്പ് നബിതങ്ങളെ കാണുമ്പോ എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അല്ലമീൻ അല്ലമീൻ എന്ന് നബിതങ്ങളെ വിളിക്കുകയാണ്. എല്ലാവരുടെ മുന്നിലും നബിതങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഫാത്തിമയ്ക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ 5 വയസ്സായി, നബിതങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോ അതാ വരുന്ന മുഖറബുൽ അമുലാക്ക് മലക്ക് ജിബ്രീൽ, വഹിയുമായി ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഇറങ്ങുകയാ. നബിതങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനവുമായി ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്
ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവരെ നബി തങ്ങളെ കള്ളനെന്ന് വിളിക്കുകയാ. നബി തങ്ങളെ എല്ലാവരും പരിഹസിക്കുകയാ. നബി തങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പഠിച്ചവനെ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി നബി തങ്ങൾ ഇറങ്ങുമ്പോ പിന്നെ പരിഹാസവും കളിയാക്കലും ഒറ്റപ്പെടുത്തും അക്രമങ്ങളും തുടങ്ങുകയാണ്. പഠിച്ച റബ്ബേ വല്ലാത്ത വേദനയാ. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പഠിച്ചവനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 6 വയസ്സായി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങളെ പഠിച്ചവനെ നിസ്കരിക്കാൻ പോയതാണ്. വാപ്പ നിസ്കരിക്കാൻ പോയിട്ട് കാണുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള പൊന്നാര മകള് വാപ്പയെ തെരഞ്ഞു നടക്കുകയാ. നിസ്കരിക്കാൻ പോയ വാപ്പയെ കാണാതെ അവിടുന്ന് തിരഞ്ഞു പോകുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? കാണുന്ന രംഗമെന്തെന്നറിയോ? പഠിച്ചവനെ സ്വഹാബത്ത് മുഴുവനും ഇല്ലാതിരുന്ന സമയത്ത്, അബൂബക്കർ ഉസ്മാൻ തങ്ങൾ അലിയാര് തങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നബി തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളായ അബൂജഹലും ഉത്ബത്തുമെല്ലാം പഠിച്ചവനെ പുഴുത്ത് കിടക്കുന്ന കുടൽമാല എടുത്തുകൊണ്ട് വന്ന് സുജൂദിൽ കിടക്കുന്ന നബി തങ്ങളുടെ തലയിലേക്ക്, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബി തങ്ങളുടെ തലയിലേക്ക് പഠിച്ചവനെ കൊണ്ടുവന്ന തലയുടെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാ. ആദ്യമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. നബി തങ്ങൾ സുജൂദിൽ കിടക്കുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉപ്പാന്റെ അടുക്കലേക്ക് ഓടി വന്നിട്ട് ഉപ്പാന്റെ തലയിലിട്ടിരിക്കുന്ന പുഴുത്ത് നാറിയ കുടൽമാല 6 വയസ്സുള്ള പൊന്നുമകൾ വലിച്ച് താഴെയിടുകയാ. ഉപ്പാനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഉപ്പയുടെ ശരീരത്തിൽ നിന്നെല്ലാം വലിച്ച് താഴെയിടുകയാ. എന്നിട്ട് പടച്ചവനെ നബി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പുഴുത്ത് നാറിയ കുടൽമാല ശരീരത്തിലിട്ട് തലയിലിട്ടിട്ട് അത് തലയുടെ മുകളിലിരുന്ന് ദുർഗന്ധമടിക്കുമ്പോ 6 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്നോ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്ത് നിന്നോ എന്നിട്ട് തലയുടെ മുകളില് തന്റെ ചുമലിൽ കിടന്ന ഷാള് കൊണ്ട് നബി തങ്ങളുടെ തലയിൽ നിന്ന് എല്ലാം തുടച്ചു വൃത്തിയാക്കുകയാ. നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന നബി തങ്ങളുടെ ശരീരത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് നിന്ന് ആ ദുർഗന്ധം മുഴുവനും ഇങ്ങനെ തുടച്ചെടുക്കുമ്പോ 6 വയസ്സുള്ള ഫാത്തിമ ചോദിക്കുന്നു, വാപ്പാ എല്ലാവർക്കും എന്റെ ഉപ്പാനോട് ദേഷ്യമാണല്ലോ, എന്റെ ഉപ്പാനെ എല്ലാവരും വേദനിപ്പിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പൊന്നാര 6 വയസ്സുള്ള മകള് ചോദിക്കുകയാ, ഉപ്പാനെ വേദനിപ്പിക്കുന്നല്ലോ, എല്ലാവരും കുറ്റപ്പെടുത്തുന്നല്ലോ, ഉപ്പാന് വിഷമമുണ്ടോ? 6 വയസ്സുള്ള പൊന്നുമോൾ ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാന് വേദനിക്കുന്നുണ്ടോ? ഉപ്പാന് പ്രയാസമായോ? ഫാത്തിമ എന്ന തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഫാത്തിമ എല്ലാ ദുനിയാവിലല്ലേ ലാ കർബ അലയ്യ ബി ഫിൽ ആഖിറ. ഉപ്പാന് ദുനിയാവിലല്ലേ പ്രയാസമുള്ളൂ, ഉപ്പാന് ദുനിയാവിലല്ലേ പ്രയാസമുള്ളൂ, അല്ലാഹുവിന്റെ ആഖിറത്തിൽ നിന്റെ വാപ്പയ്ക്കൊരു പ്രയാസവുമില്ലല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അവിടെ നിന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി തങ്ങൾ പറഞ്ഞത്, എന്റെ പൊന്നുമോൾ എന്റെ കരളിന്റെ കഷ്ടമാ, എന്റെ കരളിന്റെ കഷ്ടമാ. നബി തങ്ങളല്ലാതെ ലോകത്തൊരാളും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കാരണം കരളിന്റെ കഷ്ടം എന്താണെന്ന് പലർക്കും തിരിയില്ല. ഒരാളുടെ കരള് മറ്റൊരാളുടെ കരളുമായി ചേരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അത്രയും ഓരോ നരമ്പുകളും ചേരണമല്ലോ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കരളും ചേരാറുള്ളൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞതിന്റെ കരളിന്റെ കഷ്ടമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങളാണ്, വല്ലാത്ത പ്രയാസമാണ്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളെ ചെറുപ്പം മുതൽ കാണുന്ന രംഗമെന്തെന്നറിയോ? വല്ലാത്ത പീഡനങ്ങളാ. ഫാത്തിമ ബീവിക്ക്
എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കള് മഹദിയായ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബുവത്ത് കിട്ടി പ്രബോധനവുമായി വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ശത്രുക്കളായിരുന്ന 2 മരുമകന്മാരും അല്ലാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചെറുപ്പം മുതൽ കാണുന്നത് പീഡനങ്ങളാണ്. വീട്ടിലേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്താ? തന്റെ സഹോദരിയുമായ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവർ 2 പേരെയും തലാഖ് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. നബിതങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ മരുമക്കൾ തലാഖ് പറഞ്ഞു. ഈ 2 പെൺമക്കളുടെയും കണ്ണുനീര്, സഹോദരിമാരുടെ കണ്ണുനീര് കണ്ടിട്ടാ ഫാത്തിമ ബീവി വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിനകത്തുള്ള അവസ്ഥ ഇതാ. പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ വല്ലാത്ത പീഡനവും പരിഹാസവും കുത്തുവാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു ജീവിതമാണ്. അങ്ങനെ ശത്രുക്കൾ വല്ലാതെ അവരുടെ ഉപദ്രവങ്ങൾ വല്ലാതെ കൂടുകയാണ്. നബിതങ്ങൾ പ്രബോധനം തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഖുറൈശികൾ മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ്. പടച്ചവനെ, നബിതങ്ങളെ ഉപരോധിക്കുകയാണ്. നബിതങ്ങളെ നാടുകടത്താൻ തീരുമാനിക്കുകയാണ്. ഒരാളും നബിതങ്ങളെ സഹായിക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, അവരുടെ വീട്ടിൽ പോകരുത്, അവര് നിങ്ങളെ കാണരുത്, അവരുമായൊരു ബന്ധവും പുലർത്തരുത്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ അവിടുന്ന് എല്ലാവരും ഉപരോധിക്കുകയാ. നബിതങ്ങളും അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ റുഖിയ ബീവി, ഉമ്മു കുൽസൂം, ഫാത്തിമ ബീവി, പടച്ചവനെ ശഅബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് പടച്ചവനെ 3 കൊല്ലം അവിടെ താമസിക്കുകയാ. കഴിക്കാൻ ഭക്ഷണമില്ല, ഒരാളും നബിതങ്ങളുടെ കുടുംബവുമായിട്ടൊരു ബന്ധവുമില്ല. ശഅബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലല്ലാ എല്ലാവരും പട്ടിണിയാ, കഴിക്കാൻ ഭക്ഷണമില്ല, പ്രയാസമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഒരാളും കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വാപ്പാടെ മുമ്പിൽ ചെന്നിട്ട്, വാപ്പാ എനിക്ക് വിശക്കുന്നു വാപ്പാ. തന്റെ ഉപ്പാടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാറ് 6 7 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകളുണ്ടല്ലോ. പടച്ചറബ്ബേ, നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് വിശക്കുന്നു എന്ന് പറയാൻ ചെല്ലുമ്പോ ഫാത്തിമ ബീവി കാണുന്ന രംഗമെന്തെന്നറിയോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് ഇല കടിച്ചു കൊണ്ടിരിക്കുകയാ. വിശക്കുന്നു എന്ന് പറയുമ്പോ നബിതങ്ങൾ കഴിക്കുന്നത് വൃക്ഷത്തിന്റെ ഇല പറിച്ചിട്ട് കടിച്ചുകൊണ്ടിരിക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നബിതങ്ങളും കുടുംബവും വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. പടച്ചറബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ പിടിച്ചു മടിയിൽ കിടത്തിയിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, നീ നിന്റെ വീട്ടിൽ പോ. ഖദീജ, ആരാണ് ഖദീജ എന്നറിയോ? ഖദീജ എന്നറിയോ? നിങ്ങളെ ഖദീജയുടെ സമ്പത്തിന്റെ വലുപ്പം എത്രയെന്നറിയോ? കോടീശ്വരിയായിരുന്നു ഖദീജ. ഖദീജ കോടീശ്വരന്റെ മകളായിരുന്നു, ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു. ആ ഖദീജ ബീവിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇല കഴിച്ചുകൊണ്ട് മലഞ്ചെരുവിൽ കിടക്കുന്നത്. നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, നീ പട്ടിണി കിടന്നിട്ടില്ല ഖദീജ. നിനക്ക് ദുഃഖമെന്തെന്നറിയില്ല, പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല. കാരണം നീ കൊട്ടാരത്തിൽ ജീവിച്ചവളാ, ഒരുപാട് സമ്പത്തിന്റെ നടുവിൽ ജീവിച്ചവളാ. നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ. അതുകൊണ്ട് ഖദീജ, മക്കളെ
മക്കളെയും വിളിച്ചുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയോട് പറയുകയാ, പായിപ്പാടുള്ള പെണ്ണന്മാരെ, ഇത് നിങ്ങൾക്കൊക്കെ പഠിക്കാനുള്ളതാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനസ്സില്ലാത്ത പെങ്ങൾക്ക് പഠിക്കാനുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിയോട് പറയുകയാ, നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ, നിനക്കതാ ദുഃഖവും ദുരിതവും എന്താണെന്ന് നിനക്കറിയില്ലല്ലോ, അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഖദീജ. ഈ മക്കളെയും കൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകൂ, നീ നിന്റെ വീട്ടിലേക്ക് പോകൂ. ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ. ഖദീജ ബീവി പറയുകയാ, ജീവിക്കുകയാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിലും ഈ ഖദീജയുണ്ട് നബിയേ, മരിക്കുകയാണെങ്കിലും ഈ ഖദീജ കൂടെയുണ്ട് നബിയേ. ജീവിതമാണെങ്കിലും മരണമാണെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കേട്ടു വളർന്ന മകളാ ഫാത്തിമ. ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതം കണ്ടു വളർന്നവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അവിടുന്ന് പടച്ചവനെ 3 കൊല്ലമാ, 3 ദിവസമല്ല, 3 ആഴ്ചയല്ല, 3 മാസമല്ല, പടച്ചവനെ 3 കൊല്ലമാണ് നിബിതങ്ങളും കുടുംബവുമാ മലഞ്ചെരുവിൽ കിടന്നത്. പടച്ചവനെ വല്ലാത്ത തേങ്ങലായിരുന്നു. സ്വഹാബത്ത് പറയുന്നുണ്ട്, വല്ലാത്ത ഞെരുക്കമായിരുന്നു. അവര് ഇലകൾ പറിച്ച് കഴിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് നബിതങ്ങളും കുടുംബവും രക്ഷപ്പെടുകയാണ്. പിന്നെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങി. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും മക്കളും വല്ലാത്ത സന്തോഷമുള്ള ജീവിതമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 15 വയസ്സായി. ഫാത്തിമയുടെ പ്രായം 15 ആയി. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മയ്ക്ക് 65 വയസ്സായി, ഖദീജ ബീവിക്ക് 65 വയസ്സായി. 15 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. 65 വയസ്സുള്ള ഉമ്മയതാ കുളിച്ചുരുങ്ങിയിട്ട് വാപ്പാടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഫാത്തിമ ബീവി നോക്കുമ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ 65 വയസ്സുള്ള ഫാത്തിമ ആയിഷ ഖദീജ എന്ന പ്രിയപ്പെട്ട ഭാര്യ, ആ ഖദീജ ബീവി നബി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഖദീജ ബീവി വല്ലാതെ തളർന്നു പോയി. 3 കൊല്ലം പട്ടിണി കിടന്നിട്ട് ഖദീജ ബീവിക്ക് രോഗം പിടിപെടുകയാണ്. ഒരുപാട് പ്രയാസമായി, മരണത്തിന്റെ സമയമായി, സക്കറാത്തിന്റെ അവസ്ഥയായി. ഉപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കാണിച്ചിട്ട് നബി തങ്ങളോട് ഖദീജ ബീവി പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ സഹായം വേണ്ട സമയമാ, ഒരു ഉമ്മ കൂടെ നിൽക്കേണ്ട സമയമാ. തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവിയെ കാണിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, ആ മരണമടുത്തിരിക്കുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ നബി തങ്ങളോട് പറയുകയാ, എന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കണേ നബിയേ. എന്റെ മകൾക്ക് ഒരു കുറവ് വരുത്തരുത്, എന്റെ ഫാത്തിമയ്ക്കൊരു കുറവ് വരുത്തരുത്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനോട് ഖദീജ എന്ന ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഫാത്തിമാനെ തല്ലരുത്, എന്റെ
എന്റെ പൊന്നുമോളെ തല്ലരുത്. ഫാത്തിമ ബീവിയെ കാണിച്ചു കൊടുത്തിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ മകളെ തല്ലാൻ പാടില്ല. നബിതങ്ങൾ തന്റെ ഭർത്താവിനോട് ഖദീജ ബീവി പറയുകയാ, ഒരു ഉമ്മയുടെ സഹായം, ഒരു ഉമ്മയുടെ കൂട്ടുവേണ്ട സമയമാണ് ഫാത്തിമയ്ക്ക്. അപ്പോഴാണ് ഫാത്തിമ ബീവി ഖദീജ ബീവി പട്ടിണി കിടന്നിട്ട് രോഗം പിടിച്ചു. 3 കൊല്ലം പട്ടിണി കിടന്നു, ഇലകൾ കഴിച്ചു, ഒരുപാട് രോഗമായി. 65-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ആ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉപ്പാന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഭർത്താവിനോട് പറയുകയാ, എന്റെ മകളെ നോക്കിക്കൊള്ളണം, എന്റെ മകളെ പൊന്നുപോലെ നോക്കണം, ഒരു കുറവും വരുത്തരുത് എന്റെ ഫാത്തിമാനെ. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, തല്ലരുത് എന്റെ ഫാത്തിമയെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത് തന്നെ. കല്യാണം കഴിക്കും പള്ളിക്കകത്ത് വന്നിട്ട്, ആണുങ്ങൾ നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജതുക വഅൻകഹതുക ബിന്ദി എന്ന് പറഞ്ഞിട്ട് പറയല്ലോ. എന്താ ഈ പറയണതിന് അർത്ഥം? എടാ, 18ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു മകളെ നീ കൊടുക്കുന്ന മഹറിന് പകരം നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ ആ വാപ്പായും പറയുന്നത്, എന്റെ മോളെ തല്ലല്ലേ എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തേ പറയണേ? എന്താ പറയണേ? എന്ത് ചെയ്യരുതെന്ന്? തല്ലരുതെന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ അത് പറയാൻ തന്നെ പേടിയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മള് 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗത്തിനകത്ത്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന വല്ല സമയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഇപ്പൊ 28 കേസൊക്കെ 28 കേസായി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറയണോ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതാണ് ഉസ്താദ്മാർക്കൊക്കെ എന്തെങ്കിലും പറയാൻ പേടിയാ. എവിടെ എന്തെങ്കിലും പറയും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പടച്ചവൻ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളും പറയുന്ന എന്താ? ഒരു വാപ്പ പറയുകയാ, എന്റെ മകളും മലക്കൊന്നുമല്ല, ഞാൻ 18 വർഷക്കാലം അല്ലെങ്കിൽ 20 വർഷക്കാലം പോറ്റി വളർത്തി എന്റെ മകള്, അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല. അവൾക്ക് എന്തെങ്കിലും ഒരുപാട് പോരായ്മകളും ന്യൂനതകളും ഉണ്ട്. എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയാപ്പളയോട് പറഞ്ഞു കൊടുക്കുന്നത്, എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഉപദേശിക്ക്, നീ അവളെ ഉപദേശിക്ക്, നീ ക്ഷമിക്ക്, അല്ലല്ലേ കൊല്ലല്ലേ എന്നാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണിച്ചിട്ട് ഖദീജ ബീബിയും പറഞ്ഞത് നബിതങ്ങളോട്, എന്റെ മകളെ തല്ലരുത്, എന്റെ മകൾക്കൊരു കുറവും വരുത്തരുത്, എന്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്നെ പ്രിയപ്പെട്ട ഖദീജ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ പറഞ്ഞു കൊടുത്തു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, അമ്മയുടെ കയ്യിലാകെ ഉള്ളതൊരു ഒരു മാലയാണ്. ഫാത്തിമ ബീവി അടുത്ത് വിളിച്ചിരുത്തിയിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കഴുത്തിൽ കിടന്ന ആകെയുണ്ടായിരുന്ന ഒരു മാലയെടുത്തു. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഉമ്മാനെ ഓർമ്മ വന്നാൽ, ഈ ഉമ്മച്ചിയെ ഓർമ്മ വന്നാൽ, നിന്റെ മനസ്സു വേദനിച്ച, നിനക്ക് സങ്കടം വന്ന, ഈ മാലയെടുത്ത് ചുംബിച്ചാ മതി ഫാത്തിമ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളെ പിടിച്ചടുത്തിരുത്തിയിട്ട് ഉമ്മ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, എന്തിനാ ഉമ്മ കരയുന്നത്? മോളെ, നിനക്കൊരുപാട് സ്വർണം വാങ്ങി തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഞാൻ ഒരുപാട് സമ്പത്തുള്ളവളായിരുന്നു, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. അവസാനമാകെയുണ്ടായിരുന്ന മാലയെടുത്ത് ഖദീജ ബീവി തന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, സൂക്ഷിച്ചു കൊള്ളണം, ഈ മാല നീ കളയരുത്, ഈ മാല നീ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ കയ്യിലേക്ക് അതാ ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുകയാ. വാപ്പയോട് പൊരുത്തം ചോദിച്ചു. വാപ്പാടെ മടിത്തട്ടിൽ കിടന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് 65-ാമത്തെ വയസ്സിലെ ചുടുചുംബനം കൊടുത്തിട്ട് ഖദീജ
ബീബി റളിയല്ലാഹു തആല ലോകത്തോട് യാത്ര പറയുകയാണ്. പടച്ചവനെ നബി തങ്ങളെ തകർന്നു പോയി, അല്ലാഹുവിന്റെ റസൂൽ തളർന്നു പോയി. ഖദീജ ബീവിയുടെ മരണം നബി തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ഫാത്തിമയ്ക്കറിയാ ഖദീജ ഉമ്മ ഖദീജയോട് വല്ലാത്ത സ്നേഹമാ. വാപ്പയുടെ ജീവനായിരുന്നു ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മരണമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തകർക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ തളർത്തുകയാ. നബി തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. പടച്ചവനെ നബി തങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോ ചിന്തിക്കണം പെങ്ങളെ, ചിന്തിക്കണം ഇന്നത്തെ യുവതലമുറ ചിന്തിക്കാൻ പഠിക്കുകയാ. അതാ ഉമ്മ മരിച്ചു പോയിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്തിരിക്കുന്ന വാപ്പാടെ ചാരത്ത് ചെന്നിട്ട് ഫാത്തിമ എന്ന ചെറിയ മകള് ചോദിക്കുന്നു, എന്തു പറ്റി വാപ്പാ? ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ, ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. ഉപ്പാനൊരു കുറവും വരുത്തിയില്ല. ഉമ്മ മരിച്ച വേദനയിൽ ആ പൊന്നുമോള് തന്റെ വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് നബി തങ്ങൾ എന്ന പിതാവിനെ സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഉമ്മു അബീഹാ, ഫാത്തിമയെ വിളിച്ചത് ഉമ്മു അബീഹാ, വാപ്പാടെ ഉമ്മ, വാപ്പാടെ ഉമ്മ. നബി തങ്ങൾ ഫാത്തിമയെ വിളിക്കുന്നത് വാപ്പാടെ ഉമ്മയെന്ന. കാരണം ഖദീജ ബീവിയുടെ മരണത്തിനു ശേഷം നബി തങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ, നബി തങ്ങളുടെ ഉമ്മയായിരുന്നു ഫാത്തിമ. കരയുന്ന മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ, സങ്കടപ്പെടുന്നവരെ സമാധാനിപ്പിക്കുന്നത് പോലെ ഭയപ്പാട് പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് കച്ചവടം തകർന്നു പോകുമ്പോ, പടച്ചവനെ സാമ്പത്തിക നഷ്ടം വരുമ്പോ, വേദന സഹിക്കാൻ കഴിയാതെ വല്ലാത്ത ദുഃഖം വരുമ്പോ, പാതിരാത്രി വീടിന്റെ ഹാളിനകത്ത് ലൈറ്റ് അണച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മുടെ മുഖമൊന്ന് വാടിയാ, നമ്മുടെ സങ്കടത്തോടെ ഇരുന്ന അമ്മ വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റിയടാ മോനെ, എന്ത് പറ്റി മോനെ? നമ്മുടെ ഉമ്മ വന്ന് സമാധാനിപ്പിച്ച മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാ. ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യ മരിച്ച വേദനയിൽ ഇരിക്കുമ്പോ സ്വന്തം മകള് ചെന്നിട്ട് ഒരു ഉമ്മ മകനെ ഒരു ഉമ്മ തന്റെ മകനെ സമാധാനിപ്പിക്കുന്നത് പോലെ ഫാത്തിമ ബീവി ചെന്നിരുന്നിട്ട് ഉപ്പാനെ സമാധാനിപ്പിക്കുകയാ. അപ്പോഴാ മകളെ കുറിച്ച് പഠിച്ചു നോക്കടോ, മകളുടെ മനസ്സിനെ കുറിച്ച് പഠിച്ചു നോക്ക്. നബി തങ്ങളാണ് പറഞ്ഞു ഉമ്മു ഹബീബ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഉമ്മുൽ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അതാ വാപ്പയുടെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ പ്രയാസങ്ങളിൽ മുഴുവനും ഫാത്തിമ കൂടെയുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന ഈ പൊന്നുമോള് അല്ലാഹുവിന്റെ റസൂലിന്റെ സങ്കടത്തിലും ദുഃഖത്തിലും കൂടെയാ. രണ്ടുപേരും വല്ലാത്ത ഒരു ജീവിതമാണ്. ഫാത്തിമ ബീവിയുടെ വിവാഹപ്രായമെത്തി, ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ, തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് തീരുമാനിച്ചു. പടച്ചവനെ, നബി തങ്ങൾ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നറിയുമ്പോ കോടീശ്വരന്മാര് നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. സമ്പന്നന്മാര് കടന്നു വന്നു, ഒരുപാട് വലിയ വലിയ സ്വഹാബികള് കടന്നു വന്നു. എന്തിനാ? നബി തങ്ങളുടെ പൊന്നുമോളെ കല്യാണം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുന്നില്ല. നബി തങ്ങൾ അതിന് തയ്യാറായില്ല. പടച്ചവനെ, നബി തങ്ങൾ പിന്നെ ആർക്കാണ് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ വല്ലാത്ത ജീവനാ, പ്രണയമായിരുന്നു എന്ന് നിങ്ങൾ ആരും കാണരുത്, പറയരുത്. ഫാത്തിമ ബീവി അലിയാര് തങ്ങൾ പ്രണയിച്ച് കെട്ടിയതാണെന്ന് പറയരുത്. അലിയാര് തങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണോ? പാടുള്ള 5
നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ പേടിയുള്ള ധരിച്ച് ഹിജാബ് ധരിച്ച് നടക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനെ കണ്ട ഏത് ഉപ്പയും ചിന്തിക്കും, പടച്ചവനെ ഇവളെ എനിക്ക് മരുമകളായി കിട്ടിയിരുന്നെങ്കിൽ എന്റെ മകന് ചേർന്ന പെണ്ണാട്. ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളെ കല്യാണം കഴിക്കാൻ കൊതിക്കാത്തവരില്ല. അലിയാര് തങ്ങൾക്ക് ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാ. കാരണം രണ്ടുപേരും ഒരു വീട്ടിലാണ്. 4-ാമത്തെ വയസ്സ് മുതൽ അലിയാര് തങ്ങൾ ജീവിക്കുന്നത് നബി തങ്ങളുടെ കൂടെയാ. വാപ്പയുടെ സ്ഥാനമാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവരും വന്ന് പെണ്ണ് ചോദിക്കുന്നുണ്ട്, നബി തങ്ങൾ സമ്മതിക്കുന്നില്ല. അലിയാര് തങ്ങളാണെങ്കിൽ നബി തങ്ങളുടെ മകളായ ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാ. ഫാത്തിമയ്ക്കും അങ്ങനെ തന്നെയാ. ഫാത്തിമ ബീവിക്കും അലിയാര് ഒരിക്കലും നിങ്ങൾ ഇതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഇനി പെൺകുട്ടികൾ പറയും, കണ്ടോ അലിയാര് നിങ്ങൾ പ്രയണിച്ച കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. അങ്ങനല്ല. ഫാത്തിമ ബീവിക്കും ഇഷ്ടമാണ്, അലിയാര് തങ്ങൾക്കും ഇഷ്ടമാണ്. അത് പ്രണയമായിരുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു, അലിയെ നീ അറിഞ്ഞോ ഫാത്തിമയെ കല്യാണ ആലോചന നടത്താം. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നോടാ ചങ്ങാതി. അവള് പറയുമല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുമല്ലോ, നീ അറിഞ്ഞില്ലേടാ കല്യാണ ആലോചനയൊക്കെ നടക്കാം, നീ ഇങ്ങനെ നടന്നോ. ഫാത്തിമ ബീവിയുടെ കല്യാണ ആലോചന നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അലിയാര് തങ്ങൾ തീരുമാനിച്ചു, ഇനി എന്തായാലും വിടൂല, പോയി ചോദിക്കാം. ചങ്കൂറ്റമായി ഇങ്ങനെ ഇളക്കുമല്ലോ. കൂട്ടുകാരിളക്കുന്ന സമയത്ത് കാമുകിയുടെ വീട്ടിൽ ചെന്നിട്ട് വാപ്പാനോട് പറയും, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ. ഇങ്ങനെ ചങ്കൂറ്റുള്ളവരുണ്ടല്ലോ. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, എന്തായാലും തീരുമാനിച്ചു, നബി തങ്ങളോട് ചോദിക്കണം. നേരെ പോയി നബി തങ്ങളുടെ വീട്ടിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തേ അലിയെ? അലിയാര് തങ്ങൾ മിണ്ടണില്ല. അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തേ അലിയെ വന്നേ? നബി തങ്ങൾ ചോദിച്ചപ്പോ അലിയാര് തങ്ങൾ ഒന്നും മിണ്ടണില്ല. കാരണം പോയി, ഉള്ള ധൈര്യമൊക്കെ പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അലിയെ എന്റെ ഫാത്തിമയെ നീ കല്യാണം കഴിക്കൂ? വൈദ്യര് കൽപ്പിച്ചത് രോഗി ഇച്ഛിച്ചത് ഒന്നെന്ന് പറയണ പോലെ നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, എന്റെ മകള് ഫാത്തിമാനെ നീ വിവാഹം കഴിക്കൂ? അലിയാര് നിങ്ങൾ വെടി കൊണ്ടതുപോലെ നിന്നിട്ടുണ്ടാവും. അങ്ങോട്ട് തന്നെ ചോദിച്ചു, എന്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വപ്നമാണോ ഇങ്ങനെ നിക്ക വെടി കൊണ്ടതുപോലെ? നബിതങ്ങൾ പിന്നെയും ചോദിച്ചു, അലിയെ എന്റെ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ? നീ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു തലകുലിക്ക് സമ്മതിച്ചു. നബിതങ്ങൾ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയെ നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? മരുമകനായി തിരഞ്ഞെടുക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്താ ഉള്ളത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എനിക്കൊരു കുതിരയുണ്ട്, ദുൽഫുഖാർ എന്ന് പറയുന്ന ഒരു വാളുണ്ട്, ഒരു പടയങ്കിയുണ്ട്. ഈ 3 സാധനമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ എന്തോ പറയും, 2 ഏക്കർ സ്ഥലമുണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറയും. പക്ഷെ അലിയാര് തങ്ങൾ ഉള്ളത് തന്നെ പറഞ്ഞു, ഒരു കുതിര, ഒരു വാള്, ഒരു പടയങ്കി, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളുടെ ജോലി എന്തായിരുന്നു അറിയൂ? അലിയാര് തങ്ങൾ പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുപോയി ഒട്ടകമുള്ള വീടുകളിൽ കൊണ്ടുകൊടുക്കും, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കും. ഇതാണ് അലിയാര് തങ്ങളുടെ ജീവിതം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ ദരിദ്രനായ ഒരു സ്വഹാബിയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ചരിത്രം പഠിക്കും മനസ്സിലാവും. നമ്മൾ അങ്ങനല്ല. നമ്മൾ ചോദിക്കുന്നത്, പടച്ചവനെ മക്കളെ കെട്ടിക്കാൻ പ്രായമായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, എന്തുണ്ട്, വല്ലത് ഉണ്ടോ, കാശുണ്ടോ, ജോലിയുണ്ടോ, എത്ര വീടുണ്ട്, പണമുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കാം. ദീനുണ്ടോ എന്ന് ആരും ചോദിക്കാറില്ല. ചങ്ങാതി പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനുണ്ടോ എന്ന് നോക്കണമെന്നാണ്. ദീനുണ്ടോന്ന് നോക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്
ഒരു കുതിരയുണ്ട് നബിയേ, ദുൽഫുഖാർ എന്ന് പറയുന്ന വാളുണ്ട് നബിയേ, ഒരു പടയങ്കിയുണ്ട് നബിയേ. നബി തങ്ങൾ പറഞ്ഞു കുതിര വാഹനമാണ്, സഞ്ചരിക്കാൻ വേണം, വാള് യുദ്ധം ചെയ്യാൻ വേണം. ആ പടയങ്കി എടുത്തുകൊണ്ട് വാ, ആ പടയങ്കി എടുത്തുകൊണ്ട് വാ. അലിയാർ തങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ചന്തയിൽ പോയി ഇത് വിറ്റിട്ട് വാ. പടച്ച റബ്ബേ, ഫാത്തിമയെ വിവാഹം കഴിക്കാനുള്ള കൊതി കാരണം അലിയാർ തങ്ങൾ ഓടുകയാണ്. മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി, എന്നിട്ട് പടയങ്കിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, ആരാ വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ, എന്തു പറ്റി ഇവിടെ നിൽക്കുന്നത് എന്തിനാണ്? ഈ പടയങ്കി വിൽക്കാൻ വന്നതാണ്, നബി തങ്ങളെ വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ്, ഫാത്തിമയെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്.